he is here today is just to understand what is Reach Out Ministry. He is the General Coordinator for Reach Out Ministry for the Caris NSC UAE. Caris NSC means National Service of Community. In your parishes you have Parish Service of Community. It's a little complicated, but it's very simple. Caris is an umbrella of the entire expressions of renewal in the universe or in the world. So in the context of UAE, it is right from Filipino community like CFC, MFC, and so many FCs are there in CFC and in Filipino community, of course. Even KFC is there, that is Kids for Christ. And then we have El Shaddai, then we have SRM in English and Malayalam, then we have Divine Mercy in English, and many other expressions like Jesus Youth. That is a private organization under the affiliation of Papal Affiliation, but all these expressions comes under the dicastery for life and families. So here he is here to understand what is Reach Out Ministry. അപ്പോൾ നമ്മൾ മലയാളത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇംഗ്ലീഷിലേക്കൊക്കെ Reach Out Ministry ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് കൊടുക്കാനായിട്ട് അവർ വളരെ എക്സൈറ്റഡ് ആണ്. അവരെന്താണ് ഡ്രസ് ചെയ്തത്, നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനും. അപ്പോൾ this is an enlightenment and renewal program for each one of them and to rekindle them so that they are empowered again with new energy into the region. Yeah. So we welcome Marino once again. Okay, Assistant Coordinator for the Reach Out Ministry is welcoming. Thank you very much. God bless. സ്നേഹനിധിയായ നല്ല തമ്പുരാനെ, ഞങ്ങൾക്കറിയാം അവിടുന്ന് സ്നേഹം തന്നെയാണ്. അവിടുത്തെ സ്നേഹത്തിൻ്റെ, അവിടുത്തെ പരിപാലനത്തിൻ്റെ അടയാളമാണ് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇവിടെ ആയിരിക്കുന്നത്. ഞങ്ങൾ ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ സാഹചര്യങ്ങൾ, ഒരുപാട് വ്യക്തികളുമായിട്ട് ഞങ്ങൾ ഇടപഴകുന്നുണ്ട്. അവരിലേക്കും ഞങ്ങൾക്ക് അവിടുത്തെ പ്രകാശം നൽകണം. ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ ജോലി മേഖലകൾ, ഞങ്ങൾ വ്യാപരിക്കുന്ന ഒത്തിരി മേഖലകൾ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുന്നുവല്ലോ. ആ അനുഗ്രഹം ഞങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ഇത് ലഭിക്കാത്ത, ഇതിലേക്ക് കടന്നു വരാത്ത, ഇതിനോട് മറുതലിച്ചു നിൽക്കുന്ന, വേർപെട്ടു നിൽക്കുന്ന ഒത്തിരി മക്കളുണ്ട്. കർത്താവ് അവരിലേക്കും ഞങ്ങൾക്ക് വെളിച്ചം വീശണം. അവരും അങ്ങേ മഹത്വം ദർശിക്കണം. അവരും അങ്ങയുടെ മക്കളാണെന്ന് അവർ തിരിച്ചറിയണം. അതിനുള്ള വലിയ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട്, അതിൽ വിജയം വരിക്കുമെന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തുടർന്നുള്ള ഞങ്ങളുടെ ഓരോ കാൽവയ്പിലും കർത്താവേ അങ്ങേക്ക് പ്രത്യേകമായി ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുവാനായിട്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുവാനായിട്ട്, മറ്റുള്ളവരുടെ കൂടി അന്ധകാരം നീക്കിക്കളയുവാനായിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുവാനായിട്ട്, വീണ് കിടക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്, വേദനിക്കുന്ന വ്യക്തികൾക്ക് പ്രാർത്ഥിക്കാനായിട്ട്, മാനസികമായും ശാരീരികമായും അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങൾ കരങ്ങൾ ഉയർത്തുന്ന കർത്താവേ, മോശ ആ മറ്റുള്ള യുദ്ധത്തിന്റെ കൈകൾ വിരിച്ചുകൊണ്ട് മാധ്യസ്ഥ വഹിച്ചതുപോലെ നമുക്കറിയാം, ദിവ്യബലിയിലെ മധ്യസ്ഥ പ്രാർത്ഥന നേരത്തെ വൈദികൻ കൈകൾ വിരിച്ചു പറ്റി പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മൾ ഈ നിമിഷം കൈകൾ ഉയർത്തിക്കൊണ്ട് എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, മറ്റെല്ലാവർക്കും വേണ്ടിയിട്ട് കർത്താവിൻ്റെ വലിയ കൃപ എല്ലാവരും നിറയ്ക്കപ്പെടുവാനായിട്ട് ഈ ഹോളില്, അതുപോലെ തന്നെ ഈ UAE പ്രദേശം മുഴുവനും കർത്താവിന്റെ കൃപ നിറയുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് കൈകളെത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലിയ ശബ്ദത്തോടു കൂടി സ്തുതിക്കട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, നമ്മുടെ ജോലി മേഖലയ്ക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി, നമുക്കറിയാവുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി വലിയ ഉച്ചത്തില് 5-6 ആളുകൾ കേൾക്കാവുന്ന ഉച്ചത്തില് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഈ ഒരു ഗാനത്തിലേക്ക് കടന്നു പോവുകയാണ്. വലിയ കരഘോഷത്തോടു കൂടിയിട്ടാണ്, സന്തോഷത്തോടു കൂടിയിട്ടാണ്.
നമ്മൾ ഈ പറഞ്ഞതുപോലെ ആകാശത്തിന് കീഴിൽ നമ്മുടെ രക്ഷയ്ക്കായിട്ട് വേറൊരു നാമവും നൽകപ്പെട്ടില്ല. ആ യേശുവിന്റെ നാമത്തിൽ നമ്മൾ പ്രകീർത്തിച്ചുകൊണ്ട് ഈ ഗാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ശക്തമായ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ പ്രത്യേകമായിട്ട് അവിടുന്ന് നൽകിയ കൃപകൾക്ക് വലിയ രീതിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ അടിച്ചുകൊണ്ട് പാടാം. ആരിലും ആരാധ്യൻ നീ, രാജാധിരാജാവു നീ. ആരിലും ആരാധ്യൻ നീ, രാജാധിരാജാവു നീ. പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. Hallelujah, Hallelujah, ആരാധന സ്തുതി രാജാവിന്. Hallelujah, Hallelujah, ആരാധന സ്തുതി രാജാവിന്. ഓരോ നിമിഷവും കർത്താവ് നമ്മൾക്ക് അനുഗ്രഹം ചൊരിയുകയാണ്. ഓരോ നിമിഷവും അത് നമ്മൾ അനുഭവിക്കുകയാണ്. കർത്താവിന്റെ ആ സ്നേഹം നമ്മൾ അനുഭവിക്കുമ്പോൾ, ആ സ്നേഹം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ? അവിടുത്തെ നന്ദി പറയാതിരിക്കാൻ കഴിയുമോ? അത്രമാത്രം നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു കർത്താവിനുള്ള സ്നേഹം വഴിഞ്ഞൊഴുക്കിക്കൊണ്ട് അവിടുത്തെ നമുക്ക് ഒത്തിരി അധികമായിട്ട് സ്തുതിക്കാം, നന്ദി പറയാം. പാവനനാം പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. പാവനനാം പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. മറവിടവും എന്റെ ഉപനിധിയും നീ മാത്രം എന്നേശുവേ. മറവിടവും എന്റെ ഉപനിധിയും നീ മാത്രം എന്നേശുവേ. Hallelujah, Hallelujah, ആരാധന സ്തുതി രാജാവിന്. Hallelujah, Hallelujah, ആരാധന സ്തുതി രാജാവിന്. Hallelujah, ആരാധന സ്തുതി രാജാവിന്. Hallelujah, Hallelujah, ആരാധന സ്തുതി രാജാവിന്. കരങ്ങളെ ഉയർത്തി സ്തുതിക്കട്ടെ, കരങ്ങളെ ഉയർത്തി സ്തുതിക്കട്ടെ. നമ്മുടെ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന കർത്താവ്, അത്രമാത്രം സ്നേഹിക്കുന്ന കർത്താവ് നമ്മുടെ ഇടയിലേക്ക് ഇതാ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഇടയിലായിരിക്കുന്നു. അവിടുത്തെ പ്രത്യേകമായ നാമത്തെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. അവിടുത്തെ നമുക്ക് പ്രത്യേകമായിട്ട് അവിടുത്തെ കൃപകളെ ഓർത്ത് നന്ദി പറയാം. ഓരോ നിമിഷവും കർത്താവേ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന വലിയ കൃപകളെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ ശാരീരികമായിട്ട് വേദനിക്കുന്നതിന് അധികമായിട്ട് ഈ കാലഘട്ടത്തിൽ മാനസികമായിട്ട് പീഡനം അനുഭവിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. ഈ നിമിഷത്തില് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു കാര്യമാണ്, മാനസികമായിട്ട് പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട്. ഈ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്തുതി ആരാധന നടത്തുന്ന ഈ സമയത്ത് നമുക്കറിയാവുന്നവരെ അല്ലെങ്കിൽ പരിചയമുള്ളവരെ അല്ലെങ്കിൽ അല്ലാത്തവരെ മാനസികമായിട്ട് ഒത്തിരി വ്യഥകൾ അനുഭവിക്കുന്ന, ഒന്നും പറയാൻ പറ്റാതെ എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് സഹിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒത്തിരി മക്കളുണ്ട്. ആ മക്കളെ നമ്മൾ ഈ നിമിഷം ഓർക്കുകയാണ്. നമുക്ക് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെ
അതെല്ലാം വെച്ചെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി മക്കളുണ്ടെന്നുള്ള വലിയ ഒരു ബോധ്യത്തോടു കൂടിയിട്ട് അവർക്ക് വേണ്ടി നമ്മൾ ഒത്തിരി അധികമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കരങ്ങൾ ഉയർത്തുകയാണ്. അവർക്ക് വേണ്ടി അവരിലെ സൗഖ്യമുണ്ടാക്കുവാനായിട്ട് ഒരു മാനസിക ബലമുണ്ടാകും. പ്രത്യേകിച്ച് നമുക്കറിയാം, കുട്ടികളിൽ ഒത്തിരി മാനസിക ബലം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. കാരണം അവർക്കൊന്നും ഷെയർ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളില്ല, അല്ലെങ്കിൽ കൂടുതൽ അവരെ കുറിച്ച് അറിയുവാനുള്ള അവരുടെ മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള ആ ഒരു ബന്ധം ഒരുപാട് അകന്ന് കഴിയുന്ന രീതിയിലുള്ള അവസ്ഥകൾ കുട്ടികളിൽ ഒരുപാട് മാനസിക ബലം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും തന്നെ ഈ ഒരു ആവശ്യത്തിലേക്ക് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അവരെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മാനസികമായിട്ട് ഒത്തിരി അസ്വസ്ഥകൾ നമുക്ക് അറിയാമെങ്കിൽ അവരെയെല്ലാം മനസ്സിലോർത്തുകൊണ്ട് ഈ ലോകത്തിലെ ഒത്തിരി അധികം കഷ്ടതകൾ ലഭിക്കുന്ന, ഉള്ളിലൊതുക്കിക്കൊണ്ട് ഒത്തിരി വിഷമങ്ങളിൽ കടന്നു പോകുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് നമ്മൾ കരങ്ങൾ ഉയർത്തുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. വലിയ ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. എല്ലാവരിലേക്കും മാനസികമായിട്ട് വ്യഥകൾ അനുഭവിക്കുന്ന എല്ലാവരിലേക്കും കർത്താവിന്റെ ചൈതന്യം കടന്നു ചെല്ലുവാൻ, കർത്താവിന്റെ ചൈതന്യത്താൽ അവന് ശക്തി പ്രാപിക്കുവാൻ, മാനസികമായിട്ട് ബലമുള്ളവരായിട്ട് മാറുവാനായിട്ട് ഒത്തിരി വലിയ ശബ്ദത്തോടുകൂടി കർത്താവിന്റെ സ്തുതിക്കട്ടെ. എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാവരും ആ സ്വന്തം നീങ്ങി പോകട്ടെ. കർത്താവിന്റെ സ്തുതിക്കാൻ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ബലഹീനരാണ്, ഒത്തിരി കുറവുകളുള്ളവരാണ്. നമ്മൾ ഈ കുറവുകളെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളായിരിക്കുന്നത്. എങ്കിലും അവിടുത്തെ കർത്താവിനെ സ്തുതിക്കുവാനായിട്ട്, അവിടുത്തെ പ്രത്യേകമായിട്ട് മഹത്വപ്പെടുവാനായിട്ട് നമ്മളെ അനുവദിച്ച കർത്താവിന് മുമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ കുറവുകളെല്ലാം അവിടുന്ന് നിറവുകളാക്കി തീർത്തിരിക്കും. ഉറപ്പുള്ള കാര്യം, വിശ്വസിക്കുന്നു, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. നമ്മുടെ കുറവുകളെ, നമ്മുടെ പോരായ്മകളെ കർത്താവ് പൂർണ്ണമായും വലിയ നിറവുകളാക്കി മാറ്റി മറ്റുള്ളവരിലേക്ക് പ്രകാശം പരത്തുന്ന മക്കളായിട്ട് നമ്മെ മാറ്റുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. എങ്കിലും നമ്മുടെ ഉള്ളിലെ നമ്മുടെ പാപകരമായ അവസ്ഥകള്, നമ്മുടെ ആ കുറവുകളെ ഓർത്ത് നമ്മളൊന്ന് അനുദപിക്കുന്നു. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളൊന്ന് അനുദപിച്ചുകൊണ്ട്, കർത്താവേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ ചെയ്തികളുടെ മേൽ പല രീതിയിൽ ഞാൻ അങ്ങയെ വേദനിപ്പിക്കുന്ന രീതിയിൽ, അങ്ങയെ അസ്വസ്ഥപ്പെടുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ വ്യാപരിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഓർത്ത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ അനുതാപത്തിൻ്റെ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ, നാഥാ, പാപിയാണു ഞാൻ. ഉള്ളിൽ നിന്ന് വരട്ടെ. കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ, നാഥാ, പാപിയാണു ഞാൻ. ഈ ഒരു പ്രത്യേക നിമിഷത്തിൽ അവിടുത്തെ സന്തോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ആ സന്തോഷം എങ്ങനെയാണ് നമുക്ക് പരിപൂർണമായിട്ട് നേടിയെടുക്കാൻ സാധിക്കുക? പരിശുദ്ധാത്മാവിന്റെ അത്യുന്നത ശക്തി നിലവിൽ ആവശ്യിക്കും. ആ ഒരു പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപാവരം നമ്മുടെ ഉള്ളിലേക്ക് നിറയപ്പെടുമ്പോൾ, അഗ്നിയായി അത് നിറയപ്പെടുമ്പോൾ നമ്മൾ പുതിയ വ്യക്തികളാക്കിയിരുന്നു. പുതിയ വ്യക്തികളെ എന്താ പറയാ, നമുക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്നില്ല. നമ്മൾ മറ്റുള്ളവരുടെ ഇടയിലേക്ക് ചെന്നുകൊണ്ട് ഈശോയുടെ നാമം പ്രഘോഷിച്ചുകൊണ്ട് ഈശോയിലേക്ക് അടുപ്പിക്കുവാനായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുന്നു. അതിനുള്ള വലിയ വലിയ തീക്ഷ്ണമായ അനുഭവത്തിലൂടെ കടന്നു പോകുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ അത്രയധികമായി സഹായിക്കും. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ, ആ അഗ്നിയിലൂടെ കടന്നു പോകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മളിതാ ആ പരിശുദ്ധാത്മ ശക്തിയിൽ, ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ മുങ്ങി വലിയ വലിയ യേശുവിനെ പ്രഘോഷിക്കുന്ന വ്യക്തികളായി തീരുവാനുള്ള ആഗ്രഹത്തോടുകൂടി നമുക്കൊന്ന്
കരങ്ങളെത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിലേക്ക് ദാവീദിലേക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ സഹായത്താൽ മറ്റുള്ളവരിലേക്ക് അങ്ങേ പ്രവേശിക്കുവാൻ കഴിയുന്ന തീരുമാനം വലിയ വ്യക്തികളായ തീരുമാനങ്ങൾ എല്ലാ കാലത്താൽ മാറുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് ഉദയമായി ഇറങ്ങി വരുവാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അരങ്ങളടിക്കാം. കർത്താവിന്റെ സന്തോഷത്തോടായിരിക്കും ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ നിറഞ്ഞവരെ പുതിയ വ്യക്തികളായി നിറഞ്ഞിരിക്കുവാനാണ് ആഗ്രഹിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മ ശക്തി നമ്മളിലേക്ക് അഭിഷേകമഴയാൽ പെയ്തിറങ്ങും പരിശുദ്ധാത്മാവേ, അനുഗ്രഹനദിയാൽ എത്തിയൊഴുകും പരിശുദ്ധാത്മാവേ. അഭിഷേകമഴയാൽ പെയ്തിറങ്ങും പരിശുദ്ധാത്മാവേ, അനുഗ്രഹനദിയാൽ എത്തിയൊഴുകും പരിശുദ്ധാത്മാവേ. അഗ്നിനദിയായി ഒഴുകണേ, ആത്മശക്തിയായി കവിയണേ. അഗ്നിനദിയായി ഒഴുകണേ, ആത്മശക്തിയായി കവിയണേ. ആദിമനാളിലെ പോലെ പുതിയ കാറ്റായി വീശണേ. എന്റെ ദൈവം നീയാണേ, മഹത്വത്തിൻ തീയാണേ. എന്റെ ദൈവം നീയാണേ, മഹത്വത്തിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവ്, എന്നെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്, എനിക്ക് ആവശ്യമായതെല്ലാം നൽകുന്ന പരിശുദ്ധാത്മാവ്. ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്, ഞാൻ എങ്ങനെ വ്യാപരിക്കണമെന്ന് എന്നെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് നമ്മളെല്ലാവരും. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമ്മൾ നയിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്നല്ല ആ വിശ്വാസത്തോടുകൂടി നമുക്ക് പരിശുദ്ധാത്മ ശക്തികളായിരിക്കാം. അവരുടെ അഗ്നിയാൽ നമ്മളെ പരിപൂർണരാക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ അത്രയധികമായി നൽകിയോട് ശിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മൾ നയിക്കട്ടെ, പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തട്ടെ, പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. കാറ്റിനെ ദൂതന്മാരാക്കിയിടണേ, വാഗ്ദത്ത സമയമല്ലോ. ദാസന്മാരെ ജ്വാലയാക്കിയിടണേ, ആത്മാവിൻ സമയമല്ലോ. കാറ്റിനെ ദൂതന്മാരാക്കിയിടണേ, വാഗ്ദത്ത സമയമല്ലോ. ദാസന്മാരെ ജ്വാലയാക്കിയിടണേ, ആത്മാവിൻ സമയമല്ലോ. സൈന്യമാകും കാറ്റായി വാ, തേജസ്സായി നീ വാ. സൈന്യമാകും കാറ്റായി വാ, തേജസ്സായി നീ വാ. എന്റെ ദൈവം നീയാണേ, മഹത്വത്തിൻ തീയാണേ. എന്റെ ദൈവം നീയാണേ, മഹത്വത്തിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അധികമായത് മറ്റുള്ളവർക്കും വേണ്ടി ആ പരിശുദ്ധാത്മാ ചൈതന്യം നിറയാനായി നമ്മളിവിടെ എല്ലാവരെയും ഓർത്ത് പരിശുദ്ധാത്മ ചൈതന്യം നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇതൊരു സന്തോഷത്തോടെ മാത്രം നമ്മെ പരിപാലിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം അധികമായിട്ട് തീക്ഷ്ണതയോടെ ആഗ്രഹിച്ചുകൊണ്ട് അഗ്നിജ്വാലയാകും സിംഹാസനത്തിൻ ആധിപത്യം വെളിപ്പെടണേ. കത്തും തീയാകും രഥചക്രങ്ങൾ ദേശം നിറഞ്ഞിടട്ടെ. സിംഹാസനത്തിൻ
എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ. കരങ്ങളെ സ്തുതിക്കട്ടെ. അത്രമാത്രം ഉച്ചത്തില് ഈ ഹോൾ മുഴുവൻ ഘോര മുഴങ്ങുന്ന രീതിയിൽ സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവ് അഗ്നിയായി നമ്മുടെ ഇടയിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ശബ്ദം ഉയരട്ടെ. ഉച്ചത്തില് കർത്താവിനെ സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവ് അഗ്നിയായി നിറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒത്തിരി സന്തോഷത്തോടെ ശക്തമായ കരങ്ങളടിക്കാമോ? കർത്താവ് നമ്മിലെ പ്രസാദിച്ചിരിക്കുകയാണ്. ഈ ഒരു തീക്ഷ്ണമായ ആവേശത്തോടു കൂടിയിട്ട് നമുക്കിനി ബോസ്പാച്ചിനെ കേൾക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ഒത്തിരി അധികമായിട്ട് ഈശോ നമ്മെ ഓരോരുത്തരെയും പുറട്ടെ അനുഗ്രഹിക്കും.